പേപ്പറിനുള്ള അവാർഡ് കിട്ടുകയാണ്. ഇപ്പോൾ ലിയ കൺവെൻഷൻ സെൻറ്ററിൽ ഞാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാം. അപ്പോൾ എൻ്റെ ട്രോഫി ഇവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഒരുപാട് വിശിഷ്ട വ്യക്തികൾക്ക് ഇന്നിവിടെ സ്നേഹാദരവ് നൽകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവരുടെ ഒപ്പം എനിക്കും ഒരു അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ. നിങ്ങൾ തന്നെ നോക്കൂ ഗൈസ്, ഒട്ടനവധി ട്രോഫികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ വിളപ്പിൽ രാധാകൃഷ്ണൻ സാറാണ്. സീരിയൽ ആക്ട്രസിനൊക്കെ അവാർഡുണ്ട്. ഇത് നമ്മുടെ അരുൺ ഗോപി സാർ. ഇത് നമ്മുടെ സ്വന്തം IB സതീഷ് സാർ. പിന്നെ ഇത് നമ്മുടെ മിനിസ്റ്റർ JR അനിൽ സാർ. ഇവിടെ വെച്ചിട്ടാണ് ആ ഫംഗ്ഷൻ നടക്കുന്നത്. ഇത് തുടങ്ങിയിട്ടില്ല, വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഞാനത് തുടങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ സദസ്സ്. പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇവിടെ നിറഞ്ഞിരിക്കും. എനിക്കിപ്പോൾ റിസപ്ഷനിൽ ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലെ സീറ്റിൽ പോയി ഇരിക്കാം. ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി, മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ മെഡിക്കൽ ഫെസ്റ്റ് 2024 ഈ വർണ്ണാഭമായ വേദിയിൽ ആരാധകരായ ജനനായകരും സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളും ഒപ്പം ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഒരുപാട് മാതൃകകൾ കാണിച്ചു തന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും ചേർന്ന മദർ തെരേസ ഫൗണ്ടേഷന്റെ ഈ മെഡിക്കൽ ഫെസ്റ്റിന് ഭദ്രദീപം തെളിയിക്കുകയായി. ഇവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ആദരപൂർവ്വം ആ ദീപം തെളിയിക്കൽ ചടങ്ങ് കാണാം. ഉദ്ഘാടന ചടങ്ങുകളാണ് വേദിയിൽ നടക്കുന്നത്. നല്ല ശബ്ദത്തിലുള്ള കൈയടി നൽകി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും. ഈ ഒരു മെഡിക്കൽ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് സഹായം ലഭിക്കുന്നുണ്ട്. പല രീതിയിൽ അസുഖമുള്ളവർക്ക് പണമായിട്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിട്ട്, വിവാഹം നടത്താൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സമ്പത്തായിട്ട്, എല്ലാ രീതിയിലും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ജിജി റാമിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. മെഡിക്കൽ ഫെസ്റ്റ് 2024 ഒഫീഷ്യൽ ഇനാഗുറൽ സെറമണിയാണ് നടന്നത്. സ്വാമിയുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളുടെ ഒക്കെ അനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഒഫീഷ്യൽ ഇനാഗുറേഷൻ സെറമണീസ് ആണ് ഇവിടെ നടന്നത്. നമ്മൾ പോലും ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബുക്ക് വായിക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യാറില്ല, കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പൊ ഈ ഒരു പ്രായത്തിൽ തന്നെ അത് ഒരു പ്രചോദനമാവട്ടെ, ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ കൺഗ്രാജുലേഷൻസ് വനിത.